അപ്പോൾ നമ്മളിന്ന് മോഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ മോഡ്യൂൾ 3യിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ട്രാവേഴ്സ് സർവേയിങ് ആണ്. ഓക്കെ, ഇതാണ് ട്രാവേഴ്സ് സർവേയിങ് എന്നുള്ള ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ട്രാവേഴ്സ് സർവേയിങ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സർവേ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു ഇത്രയും പോയിൻറ്റ്സ് എനിക്ക് എന്ത് ചെയ്യണം, ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, സർവേ ലൈൻസ്, അതായത് നമ്മളിപ്പോൾ ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ട് ഈ ഒരു 2 പോയിൻറ്റ്സ് നമ്മൾ ലെങ്ത് മെഷർ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആംഗിൾ എത്രയാണെന്നുള്ളത് ഒരു കോമ്പസോ തിയോഡലൈറ്റോ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എല്ലാ പോയിൻറ്റ്സിൻ്റെയും ലെങ്തും ആംഗിളും ഞാൻ കണ്ടുപിടിച്ചു. സോ ഇവിടെ ഇതൊക്കെ എന്താണ്, നമ്മുടെ സർവേ ലൈൻസ് ആണല്ലോ. അപ്പോൾ ഈ സർവേ ലൈൻസ് എല്ലാം ഫോം ചെയ്ത് ഇവിടെ എന്തോ ഒരു നെറ്റ്വർക്ക്, ഒരു ഫ്രെയിം വർക്ക് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ടൈപ്പ് സർവേ, അതായത് ഇങ്ങനെ ഫ്രെയിം വർക്ക് ഫോം ചെയ്യുന്നത്, അതായത് എ നമ്പർ ഓഫ് കണക്റ്റഡ് സർവേ ലൈൻസ് ഫോം ദ ഫ്രെയിം വർക്ക് ആൻഡ് ദ ഡയറക്ഷൻസ് ആൻഡ് ലെങ്ത്സ് ഓഫ് സർവേ, അതിൻ്റെ ഡയറക്ഷൻസും ലെങ്തും നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ആംഗിൾ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റും പിന്നെ ഒരു ടേപ്പ് അല്ലെങ്കിൽ ചെയിൻ കൊണ്ട് നമ്മൾ മെഷർ ചെയ്യും. അങ്ങനത്തെ സർവേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാവേഴ്സ് സർവേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 ടൈപ്പ് ട്രാവേഴ്സ് ഉണ്ട്. ഓപ്പൺ ട്രാവേഴ്സും ഉണ്ട്, ക്ലോസ്ഡ് ട്രാവേഴ്സും ഉണ്ട്. ഓക്കെ, ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ക്ലോസ്ഡ് ട്രാവേഴ്സാണ് ഞാൻ നേരത്തെ വരച്ചത്. അതായത് ഈ സർവേ ലൈൻസ് കാരണം എന്ത് ചെയ്യുന്നു, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും ഇതാണ് അല്ലേ. ഈ ഒരു സർവേയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും സെയിം ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ വെൻ ദ ലൈൻസ് ഫോം എ സർക്യൂട്ട് വിച്ച് എൻഡ്സ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇനി ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ദിസ് ഈസ് ദ എൻഡിങ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, ഒരു ഓപ്പൺ ട്രാവേഴ്സ് ആണ്, ക്ലോസ് ആവുന്നില്ല അല്ലേ. അപ്പോൾ ഇഫ് ദ സർക്യൂട്ട് എൻഡ്സ് എൽസ്വെയർ ഇറ്റ് ഈസ് കോൾഡ് ആൻ ഓപ്പൺ ട്രാവേഴ്സ്. ഓക്കെ, ഇനി ക്ലോസ്ഡ് ട്രാവേഴ്സ് എവിടെയാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ ലേക്കിൻ്റെയൊക്കെ ബൗണ്ടറീസ് ഫിക്സ് ചെയ്യാനും വുഡ്സ്, അതായത് ഫോറസ്റ്റ് ഏരിയയുടെ ബൗണ്ടറിയൊക്കെ ഫിക്സ് ചെയ്യാൻ നമുക്ക് എന്താണ് ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ലാർജ് ഏരിയസിൻ്റെ സർവീസിനും ക്ലോസ്ഡ് ട്രാവേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് നമുക്ക് സർവേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ട്രാവേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് റോഡ്, കനാല്, അങ്ങനത്തെ ലോങ് നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ് നമുക്ക് സർവേ ചെയ്യേണ്ടതെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഓപ്പൺ ട്രാവേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് ട്രാവേഴ്സിംഗ് ഉണ്ട്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ചെയിൻ ട്രാവേഴ്സിംഗ് ആണ്. ഓക്കെ, ചെയിൻ ട്രാവേഴ്സിംഗിൽ ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വർക്കിൻ്റെ എല്ലാ വർക്കും നമ്മൾ എന്ത് ചെയ്യും, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ചെയിൻ അല്ലെങ്കിൽ ടാപ്പ് നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ഹോൾ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കും. അതാണ് ചെയിൻ ട്രാവേഴ്സിംഗ്. ആ പേര് തന്നെയാണ്, ചെയിൻ മാത്രമേ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, യൂസ് ചെയ്യുന്നുള്ളൂ അല്ലേ. ഇവിടെ നമ്മൾ എന്താണ് ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ദ ലൈൻസ് ആർ ഫിക്സഡ് എൻറ്റയർലി ബൈ ലീനിയർ മെഷർമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്ലോട്ട്. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലെങ്ത് ഞാൻ മെഷർ ചെയ്തു ആൻഡ് ഇതിൻ്റെ ഡയറക്ഷൻ എത്രയാണെന്ന് നമുക്ക് അറിയണം. ആൻഡ് ഈ ഒരു ലെങ്ത് നമുക്കറിയാം, ഈ ഒരു സൈഡിൻ്റെയും ലെങ്ത് നമുക്കറിയാം. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഈ ആംഗിൾ നമുക്ക് വേണം. ഇത് നമ്മൾ ചെയിൻ ട്രാവേഴ്സിംഗിൽ എന്ത് പറഞ്ഞു, ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ആംഗിൾ എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം, നമുക്ക് അതായത് ഇത്രയും ലെങ്ത്തും നമ്മൾ മെഷർ ചെയ്തു. എന്നിട്ട് ഇതിനിടയ്ക്കുള്ള ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ എടുത്തു. ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ടൈം മെഷർമെൻ്റ് എന്ന് പറയും. അപ്പോൾ ഇത് 3 അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ട്രയാങ്കിൾ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് അറിയാൻ പറ്റത്തില്ല, പക്ഷേ ആ ആംഗിൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ചെയിൻ വെച്ചിട്ട് ഈ ഒരു ലെങ്ത്തിൽ ഇങ്ങോട്ടേക്ക് ചെയിൻ വെച്ചിട്ട് ആ ലെങ്ത് നീട്ടി കൊടുത്താൽ പോരെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയിൻ ട്രാവേഴ്സിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, ചെയിൻ ട്രാവേഴ്സിങ്ങിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് എനിക്ക് മെഷർ ചെയ്യേണ്ട സ്ഥലം. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ലെങ്ത് അറിയാം, ഈ ഒരു ലെങ്ത് നമുക്ക് എന്ത് ചെയ്യും, ചെയിൻ അല്ലെങ്കിൽ ടാപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യാം. പക്ഷേ ഈ ആംഗിൾ നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ ടൈം മെഷർമെൻറ്റ്സ് എന്ന് പറയും. അതായത് ഈ ഒരു ലെങ്ത് ആൻഡ് ദിസ് ലെങ്ത്, ഇത് ഇത്രയും നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രയാങ്കിൾ അല്ലേ, അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാം, അത്രയും വരച്ചു കഴിഞ്ഞിട്ട്, അതായത് ഇങ്ങനെ വരും ആണല്ലോ. എന്ത് ചെയ്യണം, ഞാൻ ബാക്കി സർവേ ലൈനിൻ്റെ ഈ ഒരു ലെങ്ത് നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് നീട്ടി വരച്ചാൽ മതി ആണല്ലോ, അത്രയും ലെങ്ത് നീട്ടി വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് അറിയാൻ പറ്റത്തില്ല, ബട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ആംഗിൾ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ചെയിൻ ട്രാവേഴ്സിങ്ങിൽ
ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതെന്ന് പറയാൻ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള വർക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ചെയിൻ ട്രാവേഴ്സിങ് അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കോമ്പസ്, സെസ്റ്റൻ്റ്, തിയോഡലറ്റ് ഇങ്ങനെയുള്ള ആംഗിൾ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഈ ചെയിൻ ട്രാവേഴ്സിങ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത് വരുന്നത് ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിങ് ആണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലൂസ് നീഡിൽ മെത്തേഡ് എന്ന് വിളിക്കും. ഓക്കെ, ആ പേര് തന്നെയുണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്യും, ചെയിനും യൂസ് ചെയ്യും, കോമ്പസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സർവേ ലൈനിൻ്റെയും മാഗ്നറ്റിക് ബിയറിംഗ് നമ്മൾ എന്ത് ചെയ്യും, ഒരു കോമ്പസ് വെച്ചിട്ട് മെഷർ ചെയ്യും. എന്നിട്ട് നമ്മുടെ അതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് ചെയിൻ അല്ലെങ്കിൽ ടാപ്പ് യൂസ്. അപ്പോൾ നമുക്ക് ലെങ്തും അറിയാം, ആംഗിളും അറിയാം, നമുക്ക് പ്ലോട്ട് ചെയ്തൂടെ, സർവേ ചെയ്തൂടെ. ഓക്കെയാണ്. ഇനി ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും അവിടുത്തെ മാഗ്നറ്റിക് മെറിഡിയൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഓക്കെ, ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മെറിഡിയൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഈച്ച് ട്രാവേഴ്സ് സ്റ്റേഷൻ ഇൻഡിപെൻഡൻ്റ്ലി. അതായത് പ്രീവിയസ് എടുത്ത സ്റ്റേഷൻ നമ്മൾ ബാക്ക് സൈറ്റിംഗ് വെച്ചിട്ടല്ല നമ്മൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഓറിയൻറ്റേഷൻ ചെയ്യുന്നത്. ഓറിയൻറ്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ ആദ്യം നോർത്തിൻ്റെ ഡയറക്ഷൻ ഇതായിരുന്നു ഈ ഒരു സ്റ്റേഷനിൽ. അടുത്ത് ഇവിടെ വരുമ്പോഴും ഞാൻ എന്ത് ചെയ്യും, നോർത്തിൻ്റെ ഡയറക്ഷൻ വീണ്ടും കോമ്പസ് വെച്ചിട്ട് നോർത്ത് ഡയറക്ഷൻ നോക്കിയിട്ട് വേണം ഇൻസ്ട്രുമെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട്. ബാക്ക് സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ബാക്ക് സൈറ്റ് എടുക്കും, അങ്ങനെ നമ്മൾ ടേബിൾ ഓറിയൻറ്റ് ചെയ്യും, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓരോ സ്റ്റേഷൻ നമ്മൾ എന്ത് ചെയ്യും, മാഗ്നറ്റിക് മെറിഡിയൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്രീ ഓർ ലൂസ് നീഡിൽ മെത്തേഡ് എന്ന് വിളിക്കും. ഫ്രീ അല്ലെങ്കിൽ ലൂസ് നീഡിൽ മെത്തേഡ് എന്ന് വിളിക്കും. ഇനി ഇതും അത്ര ആക്യുറേറ്റ് ഒന്നും അല്ല വെൻ കമ്പയർഡ് ടു ട്രാൻസിറ്റ് ട്രാപ്പ് ട്രാവേഴ്സിങ്. ഓക്കെ, എന്തായാലും ചെയിൻ ട്രാവേഴ്സിങ്ങിനെക്കാളും ആക്യുറേറ്റ് ആണ് ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിങ്. ബട്ട് ട്രാൻസിറ്റ് ടാപ്പ് ട്രാവേഴ്സിങ്ങിൻ്റെ അത്രയും ആക്യുറേറ്റ് അല്ല. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ട്രാൻസിറ്റ് ടാപ്പ് ട്രാവേഴ്സിങ് ആണ്. അപ്പോൾ ഇത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാം, കാരണം അത് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ജസ്റ്റ് ഒരു ഇൻട്രോ പറയാം. ട്രാൻസിറ്റ് ടാപ്പ് ട്രാവേഴ്സിങ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ തന്നെ 2 മെത്തേഡുണ്ട്. ഓക്കെ, ട്രാൻസിറ്റ് ടാപ്പ് ട്രാവേഴ്സിങ്ങിൽ 2 മെത്തേഡുണ്ട്. ഏതൊക്കെയാണ്? ബൈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് എന്നാണ്, ബൈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡും ഉണ്ട്. അതുപോലെ തന്നെ ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ആംഗിൾസ്. ഇങ്ങനെ 2 മെത്തേഡാണ് ട്രാൻസിറ്റ് ടാപ്പ് ട്രാവേഴ്സിങ്ങിനകത്ത് ഉള്ളത്. അതുപോലെ തന്നെ പ്ലെയിൻ ടേബിൾ ട്രാവേഴ്സിംഗ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.